നമസ്കാരം. വടകരയെയും കേരള രാഷ്ട്രീയത്തെയാകെയും ഉലച്ച വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണ സംഘത്തിന്റെ ചടുലമായ നീക്കങ്ങൾ. കേസിലെ മുഖ്യപ്രതിയായ ജിതിൻ ഭാസ്കർ തന്റെ മൊബൈൽ ഫോണിലെ അതീവ നിർണായകമായ തെളിവുകളെല്ലാം നശിപ്പിച്ചത് ഡിവൈഎഫ്ഐ നേതാവ് റിവേഷ് രാമകൃഷ്ണനിലേക്ക് പോലീസ് അന്വേഷണം എത്തിയതോടെയാണെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുൻപ് നടന്ന അന്വേഷണത്തിൽ റിവേഷിനെ പോലീസ് ചോദ്യം ചെയ്തതോടെ അടുത്ത ഊഴം തന്റേതാണെന്ന് ജിതിൻ മുൻകൂട്ടി ഉറപ്പിച്ചു. ഇതോടെയാണ് അണിയറയിലെ വലിയ കളികൾ പുറത്താകാതിരിക്കാൻ സ്വന്തം ഫോണിലെ വിവരങ്ങൾ പൂർണ്ണമായും മായ്ച്ച് റീസെറ്റ് ചെയ്തത്. ജില്ലാ ഫോറൻസിക് ലാബിലെ ശാസ്ത്രീയ പരിശോധനയിലാണ് തെളിവ് നശിപ്പിക്കലിന്റെ ഈ നിർണായക വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതാദ്യമായിട്ടല്ല ജിതിൻ ഭാസ്കർ വ്യാജരേഖ ചമയ്ക്കുന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മുൻപും സമാനമായ രീതിയിൽ വ്യാജരേഖയുണ്ടാക്കി സമൂഹത്തിൽ വിദ്വേഷം പടർത്താൻ ഇയാൾ ശ്രമിച്ചിട്ടുണ്ട്. മുൻപ് ഒരു ക്വാറിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിലാണ് ഇയാൾ ഇതേ രീതിയിൽ വ്യാജ പ്രചാരണം നടത്തിയത്. പാർട്ടിക്ക് വേണ്ടി സൈബർ ഇടങ്ങളിൽ എന്തും ചെയ്യാൻ മടിക്കാത്ത സജീവ സൈബർ പോരാളി കൂടിയാണ് ജിതിൻ. ചോദ്യം ചെയ്യലിൽ ഫോണിലെ വിവരങ്ങൾ താൻ തന്നെയാണ് റീസെറ്റ് ചെയ്തെന്ന് ജിതിൻ സമ്മതിച്ചിട്ടുണ്ട്. നിലവിൽ ജയിലിൽ കഴിയുന്ന ഇയാൾ സമർപ്പിച്ച ജാമ്യാപേക്ഷ നാളെ വടകര കോടതി പരിഗണിക്കും. അതിനിടെ കാഫിർ സ്ക്രീൻഷോട്ടിലെ കുറ്റം ജിതിൻ ഏറ്റെടുക്കുമെന്നും സൂചനയുണ്ട്. CPM-ലെ വമ്പന്മാരെ രക്ഷിക്കാനാണിത്. ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി മെമ്പറും CPM തിരുവള്ളൂർ തുരുത്തി ലോക്കൽ കമ്മിറ്റി അംഗവുമായ ജിതിൻ ഭാസ്കർ പാർട്ടിയിലെ സ്വാധീനമുള്ള നേതാവാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ വിവാദമായ വടകര സ്ക്വാഡ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഈ വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഈ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനായ ജിതിൻ ഭാസ്കറാണ് സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ ആദ്യം പങ്കുവച്ചത്. ഇവിടെ നിന്നാണ് മറ്റ് ഇടങ്ങളിലേക്കും സൈബർ ഗ്രൂപ്പുകളിലേക്കും ഇത് ലഹരി വിപത്ത് പോലെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത്. ഈ സ്ക്രീൻഷോട്ട് യഥാർത്ഥത്തിൽ നിർമ്മിച്ചത് ആരാണ്? ഇതിന് പിന്നിൽ പാർട്ടിയിലെ ഉന്നതരുടെ ആരുടെയെങ്കിലും വ്യക്തമായ നിർദ്ദേശമുണ്ടോ? ഇത് വലിയ തോതിൽ പ്രചരിപ്പിച്ചതിന് പിന്നിൽ ആരുടെയൊക്കെ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ ചോദ്യങ്ങൾക്കാണ് ഇനി പോലീസിന് ഉത്തരം കണ്ടെത്തേണ്ടത്. ഇതിനായിട്ടുള്ള ശക്തമായ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന സംഭവമായതിനാൽ പഴയ IPC വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. സാമുദായിക ഐക്യം തകർക്കൽ, കലാപമുണ്ടാക്കാനുള്ള ഗൂഢശ്രമം, തെളിവ് നശിപ്പിക്കൽ, കുറ്റം ചെയ്യാനുള്ള പ്രേരണയടക്കമുള്ള ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫി പറമ്പിലിനെ ദീനിയായ മുസ്ലിമായും LDF സ്ഥാനാർത്ഥി KK ശൈലജയെ കാഫിറായും ചിത്രീകരിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് കാസിമിന്റെ പേരിൽ വ്യാജമായി ഉണ്ടാക്കിയ പോസ്റ്റാണ് ഇവർ പ്രചരിപ്പിച്ചത്. നിരപരാധിയായ ഒരു യുവാവിനെ ഇരയാക്കിയായിരുന്നു പാർട്ടിയുടെ ഈ സൈബർ ഗുണ്ടായിസം. മുൻപ് നടന്ന അന്വേഷണങ്ങൾ റെഡ് എൻകൗണ്ടർ എന്ന വാട്സപ്പ് ഗ്രൂപ്പിലും ഡിവൈഎഫ്ഐ നേതാവ് റിവേഷ് രാമകൃഷ്ണനിലും എത്തി നിശ്ചലമായ അവസ്ഥയിലായിരുന്നു. എന്നാൽ പുതിയ കണ്ടെത്തലോടെ അണിയറയിലെ വൻ സ്രാവുകളിലേക്ക് അന്വേഷണം നീളുകയാണ്. പാർട്ടിയുടെ സജീവ സൈബർ പോരാളിയും ജനപ്രതിനിധിയുമായ നേതാവ് തന്നെ കേസിൽ നേരിട്ട് പ്രതിയായതോടെ CPM നേതൃത്വം വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് തങ്ങൾ ഉയർത്തിയ വർഗീയ വിരുദ്ധ വികാരം സ്വന്തം അണികൾ തന്നെ ഉണ്ടാക്കിയ നാടകമായിരുന്നുവെന്ന് തെളിഞ്ഞത് പാർട്ടി രാഷ്ട്രീയമായി വല്ലാതെ വെട്ടിലാക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ സൈബർ സഖാക്കളിലേക്ക് അന്വേഷണം നീളുമെന്നാണ് സൂചന. ഫോണിലെ വിവരങ്ങൾ ഫോറൻസിക് പരിശോധനയിലൂടെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഡിലീറ്റ് ചെയ്യപ്പെട്ട ചാറ്റുകളും ചിത്രങ്ങളും തിരികെ ലഭിച്ചാൽ അതിൽ നിന്ന് ഈ വ്യാജരേഖ ജിതിന് കൈമാറിയ യഥാർത്ഥ സൂത്രധാരനിലേക്ക് എത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിശ്വാസം. സൈബർ ഇടങ്ങളിലെ ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ വലിയൊരു സംഘം തന്നെ ഉണ്ടാകാമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. വടകരയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ പോലും സ്വാധീനിക്കാൻ തക്കവണ്ണം സമൂഹത്തിൽ വലിയ ചേരിതിരിവുണ്ടാക്കിയ സംഭവം കൂടിയായിരുന്നു ഇത്. പ്രതിക്ക് നാളെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് നിയമവൃത്തങ്ങൾ നൽകുന്ന സൂചന. തെളിവ് നശിപ്പിച്ചു എന്ന് പ്രതി തന്നെ സമ്മതിച്ച സാഹചര്യത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസിന് കസ്റ്റഡി ലഭിച്ചേക്കും. വരും ദിവസങ്ങളിൽ റിവേഷ് രാമകൃഷ്ണനെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്തതോടെ ഈ ഗൂഢാലോചനയുടെ കൂടുതൽ ചുരുളുകൾ നിവരുമെന്നാണ് വിവരം. വടകര സ്ക്വാഡ് ഗ്രൂപ്പിലെ മറ്റംഗങ്ങളുടെ ഫോണുകളും പോലീസ് നിരീക്ഷണത്തിലാണ്. സൈബർ ലോകത്തെ ഈ കള്ളക്കളിക്ക് പിന്നിലെ യഥാർത്ഥ മുഖങ്ങൾ വരും ദിവസങ്ങളിൽ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെടുമെന്ന് ഉറപ്പാണ്.